ഈ ആഴ്ച ഷാനവാഫിനെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ആഴ്ചയായിരുന്നു അല്ലേ. ലാലേട്ടൻ വന്ന് ഫ്രൈ ആക്കി പോയ ഷാനവാഫിനെ കൂടെ നിന്ന് ആദിലയും നോറയൊക്കെ കൈവെടിയുന്നത് നമ്മൾ കണ്ടു. ആങ്ങളെയും പെങ്ങളും കളിയൊക്കെ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ആദിലയും നോറയൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ്. കാരണം ലാലേട്ടൻ വരുന്നതിനനുസരിച്ച് അവരെപ്പോഴും വിധം മാറിക്കൊണ്ടേയിരിക്കും. അത് തന്നെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഗെയിം ഷോയെ അവിടെ കൃത്യമായിട്ട് ജെന്യൂനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ ബന്ധങ്ങളോ ഒന്നുമില്ല എന്ന് 100% ഉറപ്പാണ്. അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവർ മാറ്റിക്കൊണ്ടേയിരിക്കും. പിന്നെ അനീഷും ഷാനവാഫുമായിട്ട് ഒരു ബന്ധം, ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് ലാലേട്ടനായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഏച്ച് കെട്ടിയാൽ മുറച്ചിരിക്കുമെന്ന് പറയുന്നവരാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ്. രാവിലെ തന്നെ അനീഷുമായിട്ട് ഷാനവാഫ് സംസാരിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട്, ഇന്നലെ വൈകുന്നേരം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു, ഞാനത് കാര്യമായിട്ട് ആലോചിച്ച് നോക്കി. അപ്പം നിങ്ങൾ ജെനുവിനായ ആളല്ല എന്ന് ഷാനവാഫിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അനീഷിനെ സംബന്ധിച്ച് എപ്പോഴും അങ്ങനെയാണ്. സുഹൃത്തിനെ സുഹൃത്തായിട്ട് കാണുന്നതോടൊപ്പം തന്നെ ഗെയിമിനെ ഗെയിമായിട്ട് കാണാനും അനീഷിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഷാനവാഫിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഗെയിമിന് വേണ്ടി മാത്രമായിട്ട് അനീഷിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുമുണ്ട്. അനീഷിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു സൗഹൃദം, ജെന്യൂനായിട്ടുള്ള സൗഹൃദം ഷാനവാഫുമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ, നോമിനേറ്റ് ചെയ്യാനും ഒക്കെ അനീഷിന് കഴിയുന്നുണ്ട്. പക്ഷേ ഷാനവാഫ് പലപ്പോഴും പതറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഷാനവാഫ് ഒത്തിരി നേരം അനീഷുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം അനീഷ് രാവിലെ തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാം ആലോചിച്ച് നോക്കി, പക്ഷേ നിങ്ങൾ ജെന്യൂനായിട്ടുള്ളൊരു മനുഷ്യനല്ല, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല പല ചിന്തകളുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയല്ല, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട്, അതെങ്ങനെ നിലനിൽക്കുന്നു എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാഫ് അന്നേരം പറയുന്നുണ്ട്, ഇനിയൊരു ഫ്രണ്ട്ഷിപ്പും കാത്തു സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ഷാനവാഫിനെയും കാണാൻ പറ്റും.